നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറന്മുളയിൽ വീണ ജോർജും കോന്നിയിൽ കെ.യു. ജനീഷ് കുമാറും മത്സരിക്കും. എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അത് LDF തീരുമാനിച്ച് അറിയിക്കുമെന്ന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറയുകയാണ്. LDF-ൽ വളരെ പ്രധാനപ്പെട്ട ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനമാണ് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുണ്ടാകും. ഒരുപക്ഷെ ആദ്യമാണ്. ഇപ്പോൾ പിണറായി വിജയൻ വീണ്ടും ജനവിധി തേടുമെന്ന വാർത്ത നേരത്തെ വന്നതാണ്. അക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായതാണ്. ഇപ്പോഴത്തെ ഒരു ജില്ലാ സെക്രട്ടറി തന്നെ പത്തനംതിട്ടയിലെ 2 സീറ്റിൽ 2 സിറ്റിംഗ് MLA-മാർ മത്സരിക്കുമെന്ന കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കണം. ആ പ്രതികരണം CPI-ക്കാണ് അടൂര്, കേരള കോൺഗ്രസിനാണ് നമ്മുടെ റാന്നി, ജനതാദളിനാണ് തിരുവല്ല. CPM മത്സരിക്കുന്നത് പത്തനംതിട്ട ആറന്മുളയും അതുപോലെ തന്നെ കോന്നിയുമാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ അതിന് മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് തന്നെ സീറ്റ് കിട്ടാനാണ് സാധ്യത. മാറ്റമൊന്നും കേട്ടിട്ടില്ല. LDF ആണ് ആലോചിക്കേണ്ടത്. അതാത് പാർട്ടികളുടെ നിലപാടും അക്കാര്യത്തിൽ നിർണായകമാണ്. ഇവരാണെങ്കിലും ഇനി പുതുതായിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ 2 കൈ നീട്ടി നമ്മളവരെ സ്വാഗതം ചെയ്യും, അവരെ വിജയിപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ ഔദ്യോഗികമായ ഒരു പ്രതികരണം എന്ന തരത്തിൽ തന്നെ എടുത്തുകൂടെ CK അഭിലാൽ? അല്ലെങ്കിൽ പിന്നെ പാർട്ടി സെക്രട്ടറി ഇങ്ങനെ പറയുമോ, ആറന്മുളയിൽ വീണ ജോർജ്, കോന്നിയിൽ കെ.യു. ജനീഷ് കുമാർ, 2 പേരും തുടരും, 2 പേരും മത്സരരംഗത്തുണ്ട് എന്നൊരു പ്രഖ്യാപനമായി ഇതിനെ എടുത്തുകൂടെ? ആറന്മുളയിൽ വീണയ്ക്കെതിരായി ആര് വരും, ഒപ്പം കോന്നിയിൽ ആര് എന്ന ചോദ്യവുമുണ്ടല്ലോ. തുടർച്ചയായി 2 തവണ മത്സരിച്ച ആളുകളെ ഒഴിവാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ ഇത്തവണ അതിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും. 3ാമത്തെ തവണയും CPM അല്ലെങ്കിൽ ഇടതുമുന്നണി അധികാരത്തിൽ വരണം എന്നുള്ളതാണ് പൊതുവായ ആഗ്രഹം. അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഉള്ള MLA-മാരിൽ അവർ തന്നെ മത്സരിച്ചെങ്കിൽ മാത്രമേ സീറ്റുകൾ നിലനിർത്താൻ കഴിയുകയുള്ളൂ എന്ന തരത്തിൽ പാർട്ടിയുടെ വിലയിരുത്തൽ ഉണ്ടാകുന്ന മണ്ഡലങ്ങളിൽ അവർക്ക് തന്നെ സീറ്റ് നൽകാം എന്നുള്ള തരത്തിൽ അനൗദ്യോഗികമായ തീരുമാനങ്ങളും ചർച്ചകളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ജില്ലാ നേതൃത്വത്തിൽ നിന്നും ഔദ്യോഗികമായ ഒരു പ്രതികരണം വരുന്നത് ഇത് ആദ്യഘട്ടത്തിൽ തന്നെയാണ്. അത് ആദ്യവുമാണ്. അതായത് ആറന്മുളയിൽ വീണ ജോർജ്, അതോടൊപ്പം തന്നെ കോന്നിയിൽ കെ.യു. ജനീഷ് കുമാർ MLA-യും മത്സരിക്കും എന്നതിന്റെ സൂചനകൾ തന്നെയാണ് രാജു എബ്രഹാമിന്റെ പ്രതികരണത്തിൽ നിന്നും വരുന്നത്. വീണ ജോർജ് 2 തെരഞ്ഞെടുപ്പുകളെ നേരിട്ടുവെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിലും പിന്നീടുള്ള ഒരു പൊതു തെരഞ്ഞെടുപ്പിലുമാണ് കെ.യു. ജനീഷ് കുമാർ കോന്നിയെ കോന്നിയിൽ അടൂർ പ്രകാശ് വീണ്ടും വരും, അബിൻ വർക്കി ആറന്മുളയിൽ വരും. അത്തരം ചർച്ചകൾക്ക് ചൂടുപിടിക്കുന്നുണ്ടോ പത്തനംതിട്ടയിൽ പ്രാദേശികമായി? മാസങ്ങൾക്ക് മുമ്പ് തന്നെ അടൂർ പ്രകാശ് വീണ്ടും കോന്നിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള ചർച്ചകളുണ്ട്. അതേസമയം തന്നെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF-ന്റെ പ്രതികളായി MP-മാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാകാൻ താല്പര്യപ്പെട്ടു നിൽക്കുന്ന ഘട്ടമാണ്. എന്നാൽ അടൂർ പ്രകാശിന് മാത്രമായി ഒരു ഇളവ് നൽകാൻ ഇടയുണ്ടോ എന്നുള്ളതാണ് പൊതുവായ ചർച്ചാ വിഷയം. കാരണം ഒരാൾക്ക് മാത്രമായി ഇളവ് നൽകിയാൽ ബാക്കിയുള്ളവർ ഒഴിവാക്കപ്പെടുന്നു എന്നുള്ളത് കോൺഗ്രസിൽ തന്നെ വലിയ ഭിന്നതകൾക്ക് ഇടവരുത്താനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ തീരുമാനം എടുക്കേണ്ടത് AICC നേതൃത്വവുമാണ്. അതിനാൽ തന്നെ അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അതേസമയം ആറന്മുളയുടെ സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ അബിൻ വർക്കി അടക്കം നിരവധി നേതാക്കൾ സീറ്റിനായി സമ്മർദ്ദം ചെലുത്തി രംഗത്ത് ഉണ്ട് താനും. ഈ ഘട്ടത്തിൽ ഏത് തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് UDF എത്തുമെന്നുള്ളത് UDF-ന്റെ ഭാഗത്തുനിന്ന് ഒരു വ്യക്തതയില്ല, BJP-യുടെ ഭാഗത്തുനിന്നും കൂടുതൽ വ്യക്തതയില്ല. അതിൽ ആറന്മുളയിലാണ് BJP-ക്ക് അല്പം കൂടി മെച്ചപ്പെട്ട പ്രകടനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവയ്ക്കാൻ കഴിഞ്ഞ മണ്ഡലം. പക്ഷേ വിജയസാധ്യത UDF-നും LDF-നും ഒപ്പമാണ് ആറന്മുളയിൽ വീണ ജോർജ്, കോന്നിയിൽ കെ.യു. ജനീഷ് കുമാർ. കോൺഗ്രസിന്റെ UDF-ന്റെ ആര്, BJP-യുടെ ആര് എന്ന ചോദ്യമൊക്കെ അങ്ങനെ അവശേഷിക്കുകയാണ്. CPM-ന്റെ ഭാഗത്തുനിന്ന് സ്ഥിരീകരണം ഉണ്ടാകുന്നു. CK അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്.